അതിന് തടസ്സമായിട്ട് രണ്ട് ശക്തികൾ ഉയർന്നു നിന്നു. ഒന്ന് അമോര്യർ, രണ്ട് ബാശാൻ. ഹല്ലേലൂയ. അപ്പോൾ അമോര്യരും അമോന്യരും രണ്ടാകട്ടോ, തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. ഇവിടെ 31-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് കൂടി വാർത്തു. സ്തോത്രം. അമോര്യരും അമോന്യരും രണ്ടാണെന്നുള്ളത് മനസ്സിലായിക്കോണം. അമോര്യർ എന്ന് പറയുന്നത് നോഹയുടെ മകൻ ഹാമിൻ്റെ മകൻ കനാനിൻ്റെ സന്തതി പരമ്പരകളാണ്. അമോന്യർ എന്ന് പറയുന്നത് ലോത്തിൻ്റെ വംശത്തിൽപ്പെട്ടതാണ്. സ്തോത്രം. അപ്പോൾ അമോര്യരും അമോന്യരും രണ്ടാണ്. സ്തോത്രം. അപ്പോൾ അമോര്യരുടെ മേലും ബാശാന്റെ മേലും സ്തോത്രം ദൈവം എന്ത് ചെയ്തു? ജയം കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ജയമെല്ലാം പ്രസിദ്ധമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്ന സകല ജയങ്ങളും പ്രസിദ്ധപ്പെടുത്താനുള്ള ഒരു ബാധ്യത എനിക്ക് നിങ്ങൾക്കുമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. യെരിഹോ പട്ടണത്തിൽ യോശുവ 2 ഒറ്റുകാരെ അയക്കുമ്പോൾ രാഹബിൻ്റെ വീട്ടിലാണ് പാർത്തത്. അവിടെ ദേശവാസികൾ പറഞ്ഞ ഒരു കാര്യം യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോടും ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. കണ്ടോ? എന്ന് ആലോചിച്ച് നോക്കിയ, നിങ്ങളുടെ നിമിത്തം ധൈര്യം കെട്ടുപോയെന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് കണ്ടിട്ട് പലരും ദൈവത്തെ ഭയപ്പെടുവാനിടയായി തീരട്ടെ. സ്തോത്രം. അപ്പോൾ അത് യെരിഹോ പട്ടണം വരെ ആ ന്യൂസ് എത്തി. ഹല്ലേലൂയ. യെരിഹോ പട്ടണം വരെ ആ ന്യൂസ് എത്തി. നെഹമ്യാവ് പ്രാർത്ഥിക്കുമ്പോഴും 9-ാമത്തെ എസ്രാ പ്രാർത്ഥിക്കുമ്പോഴും, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എസ്രാ പ്രാർത്ഥിക്കുമ്പോഴും അത് പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ കിടപ്പുണ്ടത്, എടുക്കണ്ട. സ്തോത്രം. സങ്കീർത്തനം നോക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമുണ്ട്. 135-ാം സങ്കീർത്തനം, 136-ാം സങ്കീർത്തനത്തിൻ്റെ അകത്ത് സീഹോനിലെ ഓഗിൻ്റെ മേലെല്ലാം ദൈവം ജയം തന്നതിന് ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് പാടുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. ദൈവജനത്തിന് എപ്പോഴും പാടാനായിട്ട് ദൈവം ജയം തരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും തോറ്റുകിടക്കാനുള്ളവരല്ല, തോൽക്കാനുള്ളവരല്ല, ജയിക്കാനുള്ളവരാ. തോറ്റെടുത്ത് ജയം തരുന്ന ഒരു ദൈവമുണ്ട്. അതിനുവേണ്ടി എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. എൻ്റെ ക്ഷീണത്തിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. എൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, അവസ്ഥകളെ കണ്ട് എനിക്ക് വേണ്ട മന്നയും എനിക്ക് വേണ്ട വെള്ളവും തന്ന് എനിക്ക് എന്നെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, അപ്രതീക്ഷിതമായി യുദ്ധങ്ങൾ വന്നാൽ ജയം തരുന്ന ഒരു ദൈവമുണ്ട്. ഏത് വിധത്തിലാണെങ്കിലും വിളിച്ചിറക്കിയ ജനത്തെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുന്നതിന് തടസ്സമായി ഒന്നും നിൽക്കാൻ സമ്മതിക്കാതെ വണ്ണം നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവകൃപയുണ്ടെന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.